ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഈ കാണുന്ന ഈ ഒരു ചെടി നമ്മൾ അന്ന് വയനാട്ടിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ. അതിപ്പോൾ ഓൾറെഡി രസമല്ല കാണാൻ, അതിങ്ങനെ അന്നത്തെ വീഡിയോ ആണ് ഞാൻ. അന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാൻ, പക്ഷേ അതിൻ്റെ പൂക്കളൊക്കെ നരച്ചു പോയിട്ടോ. അപ്പോൾ അത് വിത്ത് തയ്യാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ ഈ ഒരു സംഭവം അത് നല്ല ഉഷാറായിട്ടുണ്ട്. അത് ജസ്റ്റ് വെച്ച സമയത്തുള്ളൊരു വീഡിയോ ആണ്. ഇതും നല്ല ഉഷാറായിട്ടുണ്ട്, കുറേ പൂക്കളൊക്കെ ഉണ്ട്. ഇതിൽ തന്നെ ഞാൻ അതിൻ്റെ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന സൺഡേ മൺഡേ എന്ന് പറഞ്ഞ ചെടി ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കാതെ, എനിക്ക് തൈ വേണമെന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഈ ഒരു സംഭവം ഇപ്പോൾ നല്ലോണം പൂട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ബ്രൈഡൽ ബൊക്കെ, ഈ ഒരു നീലക്കൊടുവേലി എന്നാണ് തോന്നുന്നുണ്ട് എനിക്ക് അതിൻ്റെ പേര്, അത് രണ്ടും നല്ലോണം പൂടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സമയം കുറേ മുട്ടുകളൊക്കെ കണ്ടോ, കുറേ മുട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ, എല്ലാം കൂടെ പൂവിട്ടാൽ നിറച്ച് പൂവായിരിക്കും, ലീഫ് കാണാത്ത വിധത്തിൽ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ അതിൻ്റെ തൈ കുറേ നട്ടിട്ടും തൈകൾ ഉണ്ടാവുന്നില്ല കേട്ടോ. ഇതെന്നെ എങ്ങനെയോ പിടിച്ച് കിട്ടിയാണ്, എനിക്കൊരാൾ തന്നതായിരുന്നു അതിൻ്റെ ഒരു തൈ. അപ്പോൾ അന്ന് എങ്ങനെയോ പിടിച്ചതാണ്. അപ്പം കുറേ പേര് തൈകൾ കൊണ്ടുപോയിട്ടും കട്ടിങ് കൊണ്ടുപോയിട്ടും ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് ഞാൻ കമ്പാണ് എല്ലാവർക്കും കൊടുക്കാറ്. പിന്നെ ചെടീൻ്റെ താഴെ ചെറിയ ചെറിയ പിന്നെ തൈകൾ ഉണ്ടാവാറുണ്ട്. ഇതിന്മേൽ കൂടെ വേറെ പല വള്ളികളും കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എനിക്കതിൽ ഒരു പേടിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് തൊടാൻ, കാരണം പുഴുക്കളുണ്ട്. ഒരു പുഴുവിൻ്റെ സീസണല്ല ഇപ്പോൾ. എനിക്കത് ഭയങ്കര, ഈ തൊപ്പപ്പുഴുവിനെ ഇടങ്ങാറാട്ടോ കാണുന്നത്. നമ്മളെ മേലക്കായ ഭയങ്കരമായിട്ട് ചൊറിയൂലേ, അതിനെനിക്ക് പേടിയാണ്. തൊപ്പപ്പുഴുവിനെ മാത്രമേ എനിക്ക് ഈ ഇതിൻ്റെ കൂടുതൽ പേടിയുള്ളൂ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടോ അതൊന്നും എനിക്ക് പേടില്ല. ഈ പുഴു മേലാവുമോ എന്നൊരു പേടിയാണ്. അപ്പോൾ ആ വള്ളിയൊക്കെ ഒന്ന് പിടിച്ച് പറിച്ച് കഴിയുമ്പോൾ ഇടണം. ജസ്റ്റ് ഒന്ന് ഈ ഒരു പുഴു സീസൺ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് ഞാൻ. പിന്നെ എൻ്റെ ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത്. ഈ ഒരു അഗ്ലോണിമ കൊടുക്കാൻ ചെറിയ ചെറിയ തൈകളാണ്. അതിൻ്റെ കൂടെ തന്നെ അരേലിയും പിന്നെ അതുപോലെ ഒരു തെച്ചി, ചുവപ്പ് തെച്ചിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് മൂന്നും കൂടെ വാങ്ങുന്നവർക്കാവും മുതലാവുക, അല്ലാത്തവർക്ക് ഇത് എടുത്താൽ നമ്മൾ കുറേ ചാർജ് മുതലാവില്ല. ഈ അരേലിയും അതുപോലെ തന്നെ ആ തെച്ചിയാണ് നമ്മളെ കയ്യിൽ കുറേ തൈകളായിട്ടുള്ളത്. ഇതിൻ്റെ വേറെയും ഈ അരയിൽ എത്ര തൈകളേ ഉള്ളൂ, പക്ഷേ തെച്ചീൻ്റെ വേറെ തൈകളുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവരൊന്നും മെസ്സേജ് ആക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഇതിലൊക്കെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് പെന്നി വീട്ടിലൊക്കെ, ബാക്കിയൊന്നും കുഴപ്പമില്ല. പിന്നെ എന്താണ്, നമ്മുടെ ഈ ഒരു ചെടീൻ്റെ ഇടയിൽ ഒരു മാവിൻ്റെ തൈയാണ് കേട്ടോ. അതിൽ ഒരു പക്ഷി കൂടെ വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇനിയിപ്പോൾ അവിടെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ പോകാൻ മതി. നമ്മുടെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇപ്പോൾ കണ്ടിട്ട് ഞാൻ. അപ്പോൾ നമ്മുടെ ഈ സിങ്കോണിയംസൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ മീനിൻ്റെ ചെറിയൊരു കുളമുണ്ട്. ടോട്ടലി നല്ലൊരു വ്യൂ ആണ് കേട്ടോ എല്ലാം കൂടി നിൽക്കണ കാണുമ്പോൾ. അതേപോലെ ഈ തെച്ചിയാണ് നമുക്ക് കുറേ ഉള്ളത്. ഇത് പൂ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ, നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നിറയെ പൂവിടും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ അഗ്ലോണിമയും അതും തെച്ചിയും അരയിലയും കൂടെ വേണ്ടവർ ഒന്ന് കോൺടാക്ട് ചെയ്യാം. മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ ലാസ്റ്റിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ ഈ യൂജീനിയ പൂ ഇടാറുണ്ടോ? എൻ്റെ ചട്ടിയിലാകുമ്പോൾ തന്നെ പൂവിട്ടിട്ടുണ്ട്, എന്താ സംഭവം എനിക്ക് മനസ്സിലാവണില്ല. അപ്പം അതുപോലെ ഇതിൻ്റെ ഈ തളിരില വരുമ്പോൾ നല്ല രസമാണ് കാണാൻ, പക്ഷേ നമ്മൾ പുഴുക്കൾ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. ഒരു തളിരില വരുന്നത് മുള്ള് തിന്ന് പോവുകയാണ്. നമ്മളീ തൂമ്പ് എന്നാ പറയില്ല, തൂമ്പൊക്കെ തിന്ന് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കാൻ നല്ല രസമല്ല കാണാൻ. മൊത്തത്തിലിങ്ങനെ എന്താ പറയുക, ചുറ്റുഭാഗത്തും ചെടികളാണ് കേട്ടോ. ഇവിടെ മൊത്തത്തിലൊരു പച്ചപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചണ്ടിയും കാര്യങ്ങളൊക്കെ അടിച്ചു വാരി ഇടക്കിടക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും കാണാൻ. ഞാനിപ്പോൾ അത് ഇടക്കിടക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എൻ്റെ ഒരു ചെടികളും ഒരു സ്ഥലത്തും വെച്ച് കൊടുത്തിട്ടുണ്ടാവില്ല. ഞാൻ ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറ്റും കേട്ടോ. അതുപോലെ ഈ ഒരു മുളക് ഒരു 1-2 പ്രാവശ്യമൊക്കെ പറിച്ചു, ഇപ്പോൾ രണ്ടാമത് പൂക്കളും കായ്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നോക്ക്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ ചെടി വേണ്ടവരൊന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു റോസും കൂടെ പൂട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണ്, ഇതൊരു വയനാട് റോസ് എന്ന് പറയാം. ഞാൻ നേരത്തെ കാണിച്ച തെച്ചി ഈ ഒരു തെച്ചിയാണ് കേട്ടോ. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മൾ മെസ്സേജ് ആക്കേണ്ട നമ്പർ. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വേണ്ടവർ. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.